നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ മാച്ച് വീക്കിൽ പല വമ്പന്മാരും കാലിടുന്നത് നമ്മൾ കണ്ടു. റയൽ മാഡ്രിഡൊക്കെ വിജയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ അത്ലറ്റിക്കോ മാഡ്രിഡ് പൊട്ടിച്ചു. അങ്ങനെ പലരും വീണുപോയ ഒരു മാച്ച് വീക്കാണ് കടന്നുപോയത്. ലിവർപൂൾ പൊട്ടി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ അപരാജിതരായിട്ട് മുന്നോട്ട് പോകുന്ന ടീമുകൾ ഇപ്പോൾ ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്നല്ല, എല്ലാം ജയിച്ചെന്നല്ല, തോറ്റിട്ടില്ല, സമനിലയായാലും മതി. അപ്പോൾ ടോപ്പ് 5 ലീഗിൽ ഒരു കളിയും തോൽക്കാതെ പോകുന്ന ഇപ്പോൾ 8 ടീമുകളേ ഉള്ളൂ ഈ 5 ലീഗുകളിലുമായിട്ട്. ഒന്ന് ബയേൺ മ്യൂണിക്കാണ്. അവർ പെർഫെക്റ്റ് സ്റ്റാർട്ടാണ്, 5 വിജയം, 0 സമനില, 0 തോൽവി. മറ്റൊന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടാണ്, 4 വിജയങ്ങൾ, 1 സമനില, 0 തോൽവി. പിന്നെ FC ബാഴ്സലോണ 6 കളികൾ, 6 വിജയം, 1 സമനില, 0 തോൽവി. പിന്നെ ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, 3 വിജയങ്ങളും 3 സമനിലകളും, തോറ്റിട്ടില്ല. അറ്റലാന്റ 2 വിജയങ്ങളും 3 സമനിലകളും, തോറ്റിട്ടില്ല. ക്രിമനേസി 2 വിജയങ്ങൾ 3 സമനിലകൾ, തോറ്റിട്ടില്ല. എൽച്ചെ, ലാലിഗയിൽ തോൽക്കാതിരിക്കുന്ന ഒരു ടീം പിന്നെ ബാഴ്സ കഴിഞ്ഞാൽ എൽച്ചെയാണ്. എൽച്ചെ 3 വിജയങ്ങൾ 4 സമനിലകൾ, തോറ്റിട്ടില്ല. സിരിയയിൽ യുവൻഡസ് ഉണ്ട്, 3 വിജയങ്ങൾ 2 സമനിലകൾ, തോറ്റിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ലീഗുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ബുണ്ടസ് ലീഗയിൽ അപരാജിത കുതിപ്പ് നടത്തുന്ന 2 ടീമുകളും തലപ്പത്ത് നിൽക്കുകയാണ്. 5 കളി 5 വിജയം 15 പോയിന്റോടെ ബയൺ നിൽക്കുന്നു. 5 കളി 4 വിജയം 1 സമനില 0 തോൽവിയുമായിട്ട് 13 പോയിന്റോടെ ബൊറൂസിയ ഡോട്ട്മുണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതാണ് ബുണ്ടസ് ലീഗിലെ അവസ്ഥയെങ്കിൽ സിരിയയിൽ മിലാനാണ് 1ാം സ്ഥാനത്ത്, അവർ തോറ്റിട്ടുണ്ട്, 12 പോയിന്റ്. നാപ്പോളിയാണ് 2ാം സ്ഥാനത്ത്, 12 പോയിന്റ് ഉണ്ട്. റോമക്ക് 12 പോയിന്റ് ഉണ്ട്. ഇവരൊക്കെ ഓരോ കളി തോറ്റിട്ടുണ്ട്. അപ്പോൾ പൊട്ടാതെ വന്ന യുവൻഡസ് 5 കളികൾ 11 പോയിന്റോടെ 4ാം സ്ഥാനത്താണ്. പൊട്ടിയിട്ടില്ലെങ്കിലും അവർ 4ാം സ്ഥാനത്താണ്. പിന്നെ പൊട്ടാതിരിക്കുന്ന ടീം അറ്റലാന്റയാണ്, അവർ 9 പോയിന്റ്. അതുപോലെ തന്നെ ക്രിമനേസി, അവർക്കും 9 പോയിന്റ്. അവരും പൊട്ടിയിട്ടില്ല, 5 കളി 2 വിജയം 3 സമനില എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പം 3 ടീമുകൾ അവിടെ പരാജയമറിയാതെ സീരിയയിൽ നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അടുത്ത നമ്മൾ ലീഗ് 1ലേക്ക് പോവുകയാണെങ്കിൽ ലീഗ് 1ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ അമ്പ് കൊള്ളാത്തവരാരുമില്ല, എല്ലാവരും പൊട്ടിയിട്ടുണ്ട്. PSG കഴിഞ്ഞ മാച്ച് വീക്ക് തോറ്റു. 6 കളി 5 വിജയം 1 തോൽവി, 15 പോയിന്റോടെ അവർ 1ാമത് നിൽക്കുമ്പോൾ ലിയോണിനും 6 കളി 5 വിജയം 1 തോൽവി, 15 പോയിന്റ് ഉണ്ട്. അവിടെ കട്ടക്കട്ടക്കാണ് പോരാട്ടം, ആരും തോൽക്കാത്തവരായിട്ടില്ല. ലലീഗയിലെ കാര്യം നമ്മൾ പറഞ്ഞു. ലലീഗയിൽ FC ബാഴ്സലോണയാണ് 1ാമത്, 7 കളി 6 വിജയം 1 സമനില, 19 പോയിന്റ്, അവർ തോറ്റിട്ടില്ല. 2ാമതുള്ള റയൽ കഴിഞ്ഞ കളി തോറ്റു, 7 കളിയിൽ നിന്ന് 18 പോയിന്റാണ് അവർക്ക്. പിന്നെ തോൽക്കാതിരിക്കുന്ന ടീം എൽച്ചെയാണ്. അപ്പോൾ എൽച്ചയെ സംബന്ധിച്ചിടത്തോളം 7 കളികളിൽ നിന്ന് 3 വിജയം 4 സമനില 0 തോൽവി, 13 പോയിന്റോടെ അവർ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നെ പ്രീമിയർ ലീഗിലും ഇതേ പറഞ്ഞ പോലെ തോൽക്കാത്ത ഒറ്റ ടീമേ ഉള്ളൂ, അത് ക്രിസ്റ്റൽ പാലസ് ആണ്. അവർ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 6 കളി 3 വിജയം 3 സമനില, 12 പോയിന്റ്. 3ാം സ്ഥാനത്ത് 15 പോയിന്റുള്ള ലിവർപൂൾ 1 കളി തോറ്റിട്ടുണ്ട്, അവർ 1ാമതും. 13 പോയിന്റുള്ള ആഴ്സണൽ 4 വിജയം 1 സമനില 1 തോൽവി, അവർ 2ാമത് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നിലവിലെ അപരാജിതരായിട്ട് കളിക്കുന്ന ടീമുകൾ. 8 ടീമുകളേ ഉള്ളൂ. ബയേണും ഡോട്ട്മുണ്ടും ബാഴ്സലോണയും പാലസും അറ്റ്ലാന്റയും ക്രിമോണസിയും പിന്നെ എൽച്ചയും യുവൻഡസും. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് സ്റ്റാർട്ടോ ഒറ്റ ടീമിനേ ഉള്ളൂ പെർഫെക്റ്റ് വിന്നിങ്ങുമായിട്ട് പോകുന്നത്, അത് ബയേൺ മ്യൂണിക്കാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.